ഈ വീട് തന്നെയല്ലേ അവര് പറഞ്ഞത്? അവിടെ ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കൊച്ചിനോട് ചോദിച്ചു നോക്കാം. മോളെ, എന്താ ചേച്ചി? ചന്ദ്രൻ സാറിന്റെ വീടാണോ ഇത്? അതെ. ഹാ, അപ്പൊ ഈ വീട് തന്നെ. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. കൊള്ളാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. ചേച്ചി, ചേച്ചി ആരാ? ഞാനോ? ഞാൻ ഏതാ പുതിയൊരു അവതാരം? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്ത് വേണം? അവളൊരു ജോലി ചെയ്യുവല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേക്ക്. ഇതിനെ കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ. മുത്തേ, എന്താ എന്താ ചെറിയമ്മേ? വഴിയിലൂടെ ആരെങ്കിലും പോകുന്നത് കണ്ടാലേ അവരോട് കിന്നാരം പറഞ്ഞോണ്ട് നിൽക്കാതെ തന്റെ ജോലി വേഗം ചെയ്തു തീർക്കടി. ഞാൻ ഞാൻ ചെയ്തോളാം ചെറിയമ്മേ. ഇനി പറ, തന്റെ പ്രശ്നം എന്താ? തനിക്ക് എന്താണ് അറിയാനുള്ളത്? എന്നോട് ചോദിച്ചോളൂ. ഇതാണോ ആ വീട്ടിലെ സ്ത്രീ? ഇതാണോ അവരുടെ സ്വഭാവം? പിന്നെ അവിടെ എങ്ങനെ ശരിയാകും? ഏയ്, നിങ്ങളോടാണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലേ? ആ പെണ്ണിന്റെ ജോലി മുടക്കാനായിട്ട് സംശയം ഓരോന്ന് ചോദിച്ചെറിഞ്ഞേക്കുവാണോ? ഞാൻ ആരുടെയും ജോലി തടസ്സപ്പെടുത്താനൊന്നും വന്നതല്ല. പിന്നെ എന്ത് വേണം നിങ്ങൾക്ക്? ഇവിടെ വീട്ടുജോലിക്ക് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. വീട്ടുജോലിക്കോ? ആര് പറഞ്ഞു? ഇവിടെ ഉള്ളതിനെ തന്നെ തീറ്റിപ്പോറ്റാനുള്ള കഷ്ടപ്പാട് എനിക്കേ അറിയത്തുള്ളൂ. അപ്പോഴാ മറ്റൊരെണ്ണം. ഒന്നിനെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കയുടെ. അതിനെ എവിടെയെങ്കിലും കളയാൻ വല്ല വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മേയിച്ച് നോക്കുന്നെന്ന് ആ വെള്ളം വെറുതെ കളഞ്ഞേക്കരുത്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്ക്. വെള്ളം വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കിതല്ലെങ്കിൽ മറ്റൊരു ജോലി. എന്നാ വിട്ടോ വിട്ടോ, ഇവിടെ ജോലിക്കൊന്നും ആളാവശ്യമില്ല. വന്നേക്കുന്നു ജോലി അന്വേഷിച്ച്. ഞാനേ കുറെ നേരമായി കേൾക്കുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കേടാ സ്ത്രീയെ? ഓഹോ, എന്റെ വീട്ടുമുറ്റത്ത് വന്ന് എന്നോട് തർക്കിക്കുന്നോ? ഞാനേ ചുമ്മാ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. പിന്നെ തന്നെ ഞാൻ വിളിച്ചോ? വിളിച്ചോന്ന്? ഒട്ടും സംസ്കാരമില്ലാത്ത സ്ത്രീ. എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ നീ ആരാ? നീ ആരാണെന്നാ ഞാൻ ചോദിച്ചത്. ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ അറിയാവോ? എനിക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും തനിക്ക് എന്താ കാര്യം? നിങ്ങൾ വന്നോ? എന്തിനാ ഇവര്? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ഞാൻ പോകാം സാറേ. വിട്ടോ വിട്ടോ, വേഗം വിട്ടോ ഇവിടെ നിന്നും. അയ്യോ, എന്തു പറ്റി? സാറ് വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്? ഈ സ്ത്രീ പറയുന്നു ഞാൻ വലിഞ്ഞു കയറി വന്നതാണെന്ന്. വർഷേ, എന്തിനാ എന്തിനാ സ്ത്രീയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വർഷേ, നിനക്ക് റെസ്റ്റ് അല്ലേ? ഇവിടെ വീട്ടുജോലിക്ക് ഒരാള് വേണ്ടേ? ഇവിടെ വീട്ടുജോലിക്കൊന്നും ആളാവശ്യമില്ല. ഞാനേ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്തോളാം. കണ്ടോ, മുത്ത് കണ്ട അവിടെ ജോലി ചെയ്യുന്നത്? മുത്തേ, അതിങ്ങോട്ട് കൊണ്ടുവന്നേ. ഇങ്ങോട്ട് വാ മുത്തേ. മോള് മടിക്കല്ലേ, ഇങ്ങോട്ട് വാ. അതവിടെ താഴെ വെച്ചേക്ക്. മുത്തേ, അതവിടെ താഴെ വെച്ചേക്ക്. മോളിനി ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യണ്ട. എല്ലാം ആ ചേച്ചി നോക്കിക്കോളും. കേട്ടല്ലോ? എന്റെ മോളെ ഇനി ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ. എല്ലാം ആ ചേച്ചി നോക്കിക്കോളും. വർഷേ, എനിക്കറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും. അമ്മയുടെ മുത്തിന്റെ സങ്കടമൊക്കെ തീരാൻ പോവാ. അമ്മ, ഇനി മുതലേ മുത്തിനെ ജോലിയൊന്നും എടുത്ത് കഷ്ടപ്പെടണ്ട. നല്ല ക്ഷീണുണ്ട് അമ്മ. നമുക്ക് കടന്നിട്ട് സംസാരിക്കാം. അമ്മ, അച്ഛനില്ലേ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാന് ഒരു ചേച്ചിയെ കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഇനി മുത്തിന് ജോലി ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞത്. എന്റെ അമ്മക്ക് സന്തോഷായില്ലേ? അച്ഛൻ പറഞ്ഞു ഇനി
വേദനയും ഒക്കെ ഉണ്ട്. എന്തായാലും ആ ചേച്ചി വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അടുക്കളയിലായിരുന്നേനെ. അമ്മ, ഞാനേ കണ്ണടച്ച് കിടക്കട്ടെ. തല നല്ല വേദനിക്കണു. ഈ കുട്ടി എന്താ ഒന്നും കഴിക്കാൻ എഴുന്നേൽക്കാത്തത്? മോളെ 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 എഴുന്നേൽക്ക്. ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മോൾക്ക് സ്കൂളിൽ പോണ്ടേ? അയ്യോ, നല്ല പൊള്ളുന്ന പനിയുണ്ടല്ലോ കുട്ടിക്ക്. മോളെ മോളെ ഒന്നുമില്ല മോളെ, മോൾക്ക് നല്ല പനിയുണ്ട് തൊട്ട് നോക്കിയപ്പോ. അത് സാരമില്ല ചേച്ചി, ഞാനേ ഒരു ഗുളിക കുടിച്ചാൽ മാറിക്കോളും. ഇതാരാ മോളെ മോളുടെ കയ്യിലെ ഫോട്ടോ? ചേച്ചി, ഇതാണ് എന്റെ അമ്മ. നല്ല ഐശ്വര്യമുള്ള മുഖം, മോളെ പോലെ തന്നെ. അപ്പോ അവിടെയുള്ള സ്ത്രീ ആരാ? ചേച്ചി, ഇതാണ് എന്റെ അമ്മ. അത് ചെറിയമ്മയാ. ഓ, അതാണ് ആ സ്ത്രീ. അങ്ങനെ അല്ലേ? ഞാനും വിചാരിച്ചു ഇത്രയും തങ്കക്കുടമായ ഒരു കൊച്ചിന് എങ്ങനെയാ അങ്ങനത്തെ ഒരു അമ്മ ഉണ്ടായേന്ന്. അതെന്റെ ചെറിയമ്മയാ. എന്നാലേ മോളെ എഴുന്നേറ്റിട്ട് ചായ കുടിക്ക്, എന്നിട്ട് ഗുളിക കുടിച്ചാ മതി. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാനിതാ ഇപ്പൊ എഴുന്നേൽക്കാം.
മോൾക്ക് വയ്യെങ്കിലേ ഇവിടെ തന്നെ ഇരുന്നോട്ടോ, ഞാൻ ഇങ്ങോട്ട് ചായ കൊണ്ടുവന്ന് തരാം. അതിനൊന്നും ആവശ്യമില്ല ചേച്ചി, എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ അടുക്കളയിൽ വന്ന് എടുത്തോളാം. അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ടുതരാം. അതിനല്ലേ നിന്റെ അച്ഛൻ എന്നെ ഇവിടെ നിർത്തിയേക്കുന്നേ? അച്ഛനത് തന്നെയല്ലേ മോളുടെ? അതെ, അതെന്റെ സ്വന്തം അച്ഛനാ. എന്റെ അമ്മ ഞങ്ങളെ വിട്ടു പോയപ്പോ